ഒരു ചെറിയ പെൺകുട്ടിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ഫോറിൻ ഹസ്ബൻഡിനെ വേണമെന്ന്. അങ്ങനെ കാലം ഒരുപാട് കഴിഞ്ഞു. അവളൊരു ബ്യൂട്ടീഷ്യനായി മാറാണ്. ഫോറിനിൽ പോയി നല്ലൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായി ബ്യൂട്ടി പാർലറിൽ വന്ന ഒരു പയ്യനോട് അവൾ ഇതിനെ പറ്റി പറയുന്നുണ്ട്. അവൻ ആ ഒരു അവസരം മുതലാക്കി മോശമായി അവളോട് പെരുമാറാണ്. ഇതറിഞ്ഞ അവളുടെ അച്ഛൻ, ഇനി നിന്നെ ഇങ്ങനെ വിട്ടാ പറ്റൂല, ഇനി ഒരു മാസത്തിനുള്ളിൽ നിന്റെ കല്യാണമാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. അങ്ങനെ അവസാനം അവളുടെ കല്യാണവും കഴിയാണ്. അവൾ ആഗ്രഹിച്ച പോലെ ഒരു ഫോറിൻ ഹസ്ബൻഡ് ആയിരുന്നില്ല അവളെ ഭർത്താവ്. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കാറ് കണ്ട് തന്നെ അവൾ ഒരുപാട് കരയുന്നുണ്ട്. അവൾക്ക് അവളുടെ ഭർത്താവിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പോരാത്തതിന് ആദ്യത്തെ ദിവസം തന്നെ ആ പയ്യൻ കുടിച്ചു വന്ന് റൂമിൽ വന്ന് വീഴാണ്. പിന്നീട് അവൾക്ക് അവനെ കാണുന്നത് തന്നെ പേടിയാവുന്നു. ഇത് അവന് മനസ്സിലായി. അവന്റെ അളിയനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് എന്തോ എന്നെ ഇഷ്ടമല്ലാത്ത പോലെയാണെന്നൊക്കെ. പുതുവെണ്ണല്ലേ, നീ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോ, അപ്പൊ ശരിയാകുമെന്ന് അളിയനും പറയുന്നു. അങ്ങനെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങി കൊടുത്തും പുറത്ത് കൊണ്ടുപോയും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഒരു ദിവസം ഇവളുടെ ഫ്രണ്ട് വഴി അവൾക്ക് ബ്യൂട്ടീഷ്യന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അന്ന് മുതൽ അവൾക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം അവളോട് അവൻ പറയാണ്, നീ ഒന്ന് മേക്കപ്പ് ചെയ്ത് വായോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന്. അവളും പറഞ്ഞതുപോലെ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അവൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തന്റെ മേക്കപ്പിനെ പുകഴ്ത്തുന്നത് എന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന് കരുതിയെങ്കിലും അവന്റെ വീട്ടുകാര് അതിനെ എതിർക്കാണ്. ആണുങ്ങൾ ആരും പെണ്ണുങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടണ്ട, അവരുടെ സ്വപ്നങ്ങൾ അവരുടെ മാത്രമാണ്, അതിന് നമ്മ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട എന്നെല്ലാം പറയാണ്. അതുകൊണ്ട് ഭാര്യയും കൊണ്ട് അവൻ വീട് വിട്ടിറങ്ങി. ബ്യൂട്ടി പാർലർ തുടങ്ങാനായി പൈസ എല്ലാം കണ്ണി കണ്ടവരോടൊക്കെ കടം വാങ്ങി അവസാനം ഒരു ബ്യൂട്ടി പാർലറും ഭാര്യയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി. തന്റെ ഭാര്യ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിയ ആ ഭർത്താവാണെന്ന് വെച്ചാൽ ബെസ്റ്റ് ബ്യൂട്ടീഷ്യനെ തെരഞ്ഞെടുക്കുന്ന കോമ്പറ്റീഷനിൽ അവളെ പങ്കെടുപ്പിക്കുകയാണ്. അവസാനം അവൾ തന്നെ അതിൽ വിന്നറും ആവുന്നുണ്ട്. ഭർത്താവിന്റെ അനിയത്തിയെയാണ് അവൾ മോഡലായിട്ട് വെച്ചിരുന്നത്. അവളുടെ ഭർത്താവ് അവൾ ഒരുപാട് തല്ലിയിട്ടുള്ള കാരണം മുഖമെല്ലാം പ്രകൃതമായിട്ട് ഇരുന്നിരുന്നു. എങ്കിൽ പോലും അവൾ അത് മേക്കപ്പ് ചെയ്ത് ശരിയാക്കാണ്. കൈയെല്ലാം അടിപെട്ടതുകൊണ്ട് അവൾക്ക് മൈലാഞ്ചി നാത്തോന്റെ കയ്യിൽ ഇടാനായിട്ട് പറ്റിയില്ല. ഹസ്ബൻഡിന്റെ കയ്യിലാണ് ഇട്ടുകൊടുത്തത്. എന്നിട്ടാണ് അവൾ ഈ ഒരു വിജയം കരസ്ഥമാക്കിയത്. ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയതെന്നും ഇങ്ങനെ ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും അവളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയിരിക്കാൻ സാധിക്കുമെന്നും ഈ ഒരു ഭാര്യ മൈക്കിലൂടെ കരഞ്ഞുകൊണ്ട് പറയാണ്. ഇത് കേട്ട് ഭർത്താവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നമ്മളുടെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഭർത്താക്കന്മാരെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലേ.